ഹായ് വെൽക്കം ടു നാറ്റമി. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നമ്മുടെ അടുത്തൊരു എക്സാം ഓറിയന്റേഷൻ ലൈവ് ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ചർച്ച ചെയ്യുന്നതിലേക്ക് വീണ്ടും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും സോഷ്യോളജിയുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ഏകദേശം നമ്മൾ 3, 4, 5, 6 ചാപ്റ്ററുകളാണെങ്കിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എക്സാമിന് വരുന്ന അല്ലെങ്കിൽ 60% വരുന്ന നമ്മുടെ ബാക്കിയുള്ള ചാപ്റ്ററുകളാണ്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ നെക്സ്റ്റ് നമ്മൾ 4 ചാപ്റ്ററുകളാണ് ഇന്നും നമ്മൾ എന്ത് ചെയ്യുന്നത് ചർച്ചയിൽ കൊണ്ടുവരുന്നത്. ഏത് വെച്ചാൽ 12, 13, 14, പിന്നെ 15 അല്ല 16ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട പാഠത്തിലെ 1-2 ക്വസ്റ്റ്യൻസുകൾ, മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, റെഡി ആവുക. നിങ്ങളുടെ പോയിന്റ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിലുള്ള എന്താണോ റെഡിയാക്കി വെച്ചിട്ടുള്ളത്, നോട്ടാണെങ്കിൽ നോട്ട്, അല്ലെങ്കിൽ എന്താണ് മറ്റു കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പോയിന്റ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ നല്ലൊരു രീതിയിൽ നല്ലൊരു മെച്ചപ്പെട്ട മാർക്കുകൾ നമുക്കൊക്കെ നേടാൻ കഴിയട്ടെ എന്ന് ആദ്യം തന്നെ ഞാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിനി ബാക്കി എന്ത് ചെയ്യാം, ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ റെഡി അല്ലേ? അപ്പോൾ റെഡി ആണെങ്കിൽ നിങ്ങളൊക്കെ എന്ത് ചെയ്യാം, എല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പറഞ്ഞു ഏതാണ് ചാപ്റ്റർ, നമുക്കറിയാം ചാപ്റ്റർ 12ാമത്തേതാണ് മാരേജ് അല്ലെ, വിവാഹത്തെ കുറിച്ചാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ എന്ത് ചെയ്യുക, ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. മാരേജ് എന്നുള്ള ചാപ്റ്റർ, അതിനുശേഷം നല്ല ക്വസ്റ്റ്യൻസുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പോകാം. ഓക്കെ, നോക്കൂ. അപ്പോൾ എന്താണ് മാരേജ് അല്ലേ? അപ്പോൾ നമുക്കറിയാം കുടുംബജീവിതത്തിന്റെ തുടക്കം കുറിക്കുന്ന ഒരു സാമൂഹിക ബന്ധമാണ് വിവാഹം അല്ലെ. കുടുംബ ബന്ധം അവധികാര പാക്കേജുകൾ ആണോ അല്ലേ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം, ഫസ്റ്റ് കാണാം 1 വേർഡ് ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പോൾ സിമ്പിൾ ആയിട്ട് 1 വേർഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തെങ്കിലും, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഫാൾസ് ആൻഡ് ട്രൂ അല്ലെ, ട്രൂ ആൻഡ് ഫാൾസ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസുകൾ വരാം, അല്ലെങ്കിൽ 1 വേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ വരാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് 2 വരിയിലോ സെന്റൻസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ വരാം. അതിനുശേഷമുള്ള എന്താണ് നിങ്ങൾക്ക് പാറ്റേൺ നൽകിയിട്ട് ABCD അല്ലെ ഇങ്ങനെ നൽകിയിട്ട് അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ശരിയായ ആൻസർ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് വരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വരുന്ന മറ്റൊരു മോഡലാണ് ടാബിൾ തന്നിട്ട് യോജിപ്പിക്കാനുള്ളൊക്കെ ക്വസ്റ്റ്യൻസുകൾ നിൽക്കുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻസിന്റെ മോഡലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻസുകൾ ഏകദേശം നമുക്ക് 20ഓളം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം പറയാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കുടുംബജീവിതത്തിന്റെ തുടക്കം കുറിക്കുന്ന ഒരു സാമൂഹിക ബന്ധമാണ് വിവാഹം അല്ലെ. കുടുംബ അവധികാല പാക്കേജുകളാണ് എന്ത് ഈ ഒരു വാക്യം, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു കാര്യം അത് സത്യമാണോ അല്ലെ എന്നുള്ളതിന് ഉത്തരം ട്രൂ ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. വിവാഹം ഒരു പ്രധാന സ്ഥാപനമാണ്, കാരണം എന്താണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് വിവാഹം ഒരു പ്രധാന സ്ഥാപനമാവാനുള്ള കാരണം അല്ലേ? അപ്പൊ നോക്കൂ, ഏത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്ഥിരമായ ഒരു ബന്ധമാണ്. ഇതൊരു കുട്ടികളുടെ പ്രത്യുൽപാദനവും പരിപാലനവുമാണ് ഇതിന്റെ ലക്ഷ്യമിടുന്നത്. ഇത് ലൈംഗിക സ്വഭാവത്തെയും സാമൂഹിക ഐക്യത്തെയും നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ്. മുകളിൽ പറഞ്ഞവയെല്ലാം ഇതിൽ പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഈ 3 കാര്യങ്ങളും ABC എന്ന് 3 തന്നെ നമ്മൾ പറയപ്പെട്ട വിവാഹത്തിന്റെ ഒരു പ്രധാന സ്ഥാപനങ്ങളിൽപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ D മുകളിൽ പറഞ്ഞവയെല്ലാം എന്തിൽപ്പെട്ടതാണ്, ഈ പറയപ്പെട്ട ഈ ഒരു സെന്റൻസിൽ തന്നെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസറുകളിൽ പെട്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, 3ാമത്തെ ക്വസ്റ്റ്യൻസ് നോക്കും. എന്താണ് ഒരു പുരുഷൻ നിരവധി സ്ത്രീകളെ വിവാഹം കഴിക്കുന്ന വിവാഹ രീതിയെ എന്ത് വിളിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അതെന്താണ് ഏക സഹോദര്യ ബഹുഭൂരിപക്ഷം, അല്ലെങ്കിൽ നോൺ സഹോദര്യ ഭൂരിപക്ഷം, മീൻസ് ബഹുഭാരിത്വം, പോളിയാൻഡ്രി എന്നിങ്ങനെ നമുക്ക് 4 ഓപ്ഷൻസുകൾ തന്നിട്ടുണ്ട്. അതെന്ത് ചെയ്യാം, നമുക്കിത് ഇംഗ്ലീഷിലായിരിക്കും സാധാരണ നൽകുക. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് നമ്മൾക്ക് പിന്നിലായിട്ട് എന്ത് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ബഹുഭാരിത്വം എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇനി ഉയർന്ന ജാതിക്കാരനെ ഒരു പുരുഷൻ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയുമായുള്ള വിവാഹ ബന്ധത്തെ വിളിക്കുന്നത് എന്താ, അനുലോമ, അതുപോലെ തന്നെ പ്രതിലോമ വിവാഹം, ബഹുഭാരിത്വം, പോളിയാൻഡ്രി. ഉത്തരം നമുക്ക് അനുലോമ വിവാഹം അല്ലെ, അനുലോമുണ്ട് പ്രതിലോമുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഉയർന്ന ജാതിക്കാരനായ ഒരു പുരുഷൻ താഴ്ന്ന ജാതിക്കാരിൽ ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയുമായുള്ള വിവാഹത്തെ വിളിക്കുന്നതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഉയർന്ന ജാതിക്കാരനായ പുരുഷനാണ്, അപ്പെങ്കിൽ ഉയർന്ന ജാതിക്കാരായ സ്ത്രീ അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു പുരുഷനെ വിവാഹം കഴിക്കുന്ന രീതിയിലെ പ്രതിലോമ എന്ന് നമുക്ക് എന്ത് ചെയ്യാം പറയാൻ പറ്റും. ഓക്കെ, റെഡി അല്ലേ?
നോക്കൂ നെക്സ്റ്റ്, താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീയും ഉയർന്ന ജാതിയിൽപ്പെട്ട പുരുഷനും തമ്മിലുള്ള വിവാഹമാണ് പാറ്റിലോമ വിവാഹം. അത് തെറ്റാണ്. നമ്മൾ പ്രതിലോമ എന്ന് പറഞ്ഞിരുന്നു അല്ലെ. നോക്കൂ, വിവാഹത്തോടെയുള്ള മനോഭാവം മാറുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എന്താണ് യൂട്ടിലിറ്റി അടിസ്ഥാനമാക്കിയുള്ളത്, മറ്റ് പാരമ്പര്യത്തെ അടിസ്ഥാനമാക്കിയുള്ളത്, യുക്തിയെ അടിസ്ഥാനമാക്കിയുള്ളത്, യൂട്ടിലിറ്റി അടിസ്ഥാനമാക്കിയ വിവാഹ ബന്ധത്തോടുള്ള മനോഭാവം നിന്നു മാറുന്നു എന്നുള്ളതാണ്. ഈ മുസ്ലിം വിവാഹം ഒരു സിവിൽ കരാറാണ്. ഈ പ്രസ്താവന ശരിയോ തെറ്റോ എന്നുള്ളതാണ്. ശരിക്കും എന്താണ് ഒരു സിവിൽ കരാറാണ്, ശരിയാണ് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, ഒരു എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. മുസ്ലിം വിവാഹത്തിന്റെ 4 രൂപങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ്. ചിലപ്പം ചോദിക്കാം. നിക്കാഹ്, ഫാസിദ്, അതുപോലെ തന്നെ മുത്ത, എന്താണ് അതുപോലെ തന്നെ ബാത്തിൽ അല്ലേ, എന്നിങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. നോക്കൂ, ഇവിടെ ടേബിൾ നിങ്ങൾക്ക് കാണാം. ഓക്കെ, എന്താണ് കൊടുത്തിട്ടുള്ളത്? എക്സോഗമി, എൻഡോഗമി, ലിവറേറ്റ്, അതുപോലെ തന്നെ പാരൽ, കസിൻ, മാരേജ്. അപ്പോൾ ഇത് തമ്മിൽ എന്താണ് ഡിഫറൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇതിന്റെ ആൻസർ നോക്കൂ. ഇവിടെ നോക്കൂ, മാരേജ് ഓഫ് എ വിഡോ വിത്ത് ഹെർ ഹസ്ബൻഡ്സ് ബ്രദർ എന്നുള്ളതാണ്. മാരേജ് ബിറ്റ്വീൻ ദ ചിൽഡ്രൻസ് ഓഫ് ദ ഏദർ ഓർ എന്താണ് ബ്രദർ ഓർ ടു സിസ്റ്റർ. മാരേജ് വിത്തിൻ ദ വൺസ് വുമൻസ് ഓൺ സോഷ്യൽ ഗ്രൂപ്പ്സ്. മാരേജ് ഔട്ട്സൈഡ് വൺസ് വുമൻസ് ഓൺ സോഷ്യൽ ഗ്രൂപ്പ്സ് എന്നുള്ളതാണ്. എക്സോഗമി എന്ന് പറഞ്ഞാൽ നോക്കൂ, മാരേജ് ഔട്ട്സൈഡ് ഓൺ സോഷ്യൽ ഗ്രൂപ്പിലെ ആ സോഷ്യൽ ഗ്രൂപ്പിന്റെ ഔട്ട്സൈഡിൽ നിന്നുള്ളതാണ്. മറ്റ് എക്സോഗമി എന്ന് പറഞ്ഞാൽ എന്താണ് എൻഡോഗമി ആട്ടോ ഇവിടെ വരുന്നത്. എൻഡോഗമി എന്ന് പറഞ്ഞാൽ എന്താണ് മാരേജ് വിത്തിൻ ദ വൺസ് ഓൺ സോഷ്യൽ ഗ്രൂപ്പ്, അവരുടെ സ്വന്തം ഗ്രൂപ്പിൽ വരുന്നതാണ്. പിന്നെ എന്താണ് മാരേജ് ഓഫ് ദ വിഡോ വിത്ത് ഹർ ഹസ്ബൻഡ്സ് ബ്രദർ, ഹസ്ബൻഡിന്റെ ബ്രദർ തന്നെ വിവാഹം കഴിക്കുന്ന രീതി. പാരലൽ കസിൻസ് മാരേജ് എന്ന എന്താണ് മാരേജ് ബിറ്റ്വീൻ ദ ചിൽഡ്രൻസ് ഓഫ് ദ ഏദർ ടു ബ്രദേഴ്സ് ഓർ ടു സിസ്റ്റർ അല്ലെ. എന്താണ് ഈ സിസ്റ്ററിന് ബ്രദർമാർക്കിടയിലുള്ള ഒരു വിവാഹ രീതിയാണ് ലാസ്റ്റ് പറഞ്ഞ രീതി എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഈ 4 രീതികൾ. അതിൻ്റെ ഒരു മോഡലാണ്, യോജിപ്പിക്കാൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ മോഡലാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്ത് ചർച്ച ചെയ്തത്. അപ്പോൾ ഷോർട്ട് ആൻസർ ആയിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ നിന്നത് ഇവിടെ പറയാൻ പോകുന്നത്. നമ്മൾ എന്താണ് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ലേ. ഡിഫൈൻ ദ ഫോളോയിങ് ദ വേർഡ്സ് ടേംസ് ഓഫ് മാരേജ്, ഫിനൽ റിലേഷൻസ്, എക്സോഗമി, എൻഡോഗമി, ഹൈപ്പോഗമി, ടാബു, എന്താണ് കൺസാഗ്നേഷൻസ്, റിലേഷൻസ് എന്ന് വെച്ചാൽ ഈ ഇവകളെല്ലാം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. കാരണം നമ്മളോട് ചോദിക്കും എന്താണ് എക്സോഗമി അല്ലെങ്കിൽ എന്താണ് എൻഡോഗമി അല്ലെങ്കിൽ അഫിനൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്. ഈ ഒരു ചോദ്യമൊക്കെ നമ്മളോട് വന്നാൽ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഉത്തരം അവർക്ക് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഉത്തരം എഴുതണം അല്ലെ. എന്താണ് സിമ്പിളായിട്ട് മാർക്ക് ലഭിക്കുന്ന ക്വസ്റ്റ്യൻസുകളായിരിക്കും എന്താണ് അധികം വരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നോക്കുക, ഉത്തരം വിവാഹം എന്നുള്ളതാണ്. എച്ച് എൻ ജോൺസൺ വിവാഹത്തെ നിർവചിച്ചിരിക്കുന്നത് ചോദിക്കാം അല്ലെ. എച്ച് എം ജോൺസൺ എന്താണ് വിവാഹത്തെ നിർവചിച്ചിരിക്കുന്നത്? ഒരു സ്ത്രീക്കും പുരുഷനും സാമൂഹികമായി അനുവദനീയമായ ഒരു സുസ്ഥിരമായ ബന്ധമാണ് എന്ത് എന്ന് പറയുന്നത്, വിവാഹം എന്ന് പറയുന്നത്. ഇനി അനുബന്ധ ബന്ധം എന്ന് പറഞ്ഞാൽ അഫിനൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയുള്ള വിവാഹ ബന്ധമാണ് അഫിനൽ ബന്ധം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സോഗമി എന്ന് പറഞ്ഞാൽ നിർവചിക്കപ്പെട്ട ഗ്രൂപ്പിന് പുറത്തുള്ള വിവാഹം, ഉദാഹരണം ഗോത്രം, ഗ്രാമം, ഇവയ്ക്ക് എന്ത് പറയാം, എക്സോഗമി എന്ന് പറയാം. മൂന്നാമത് പറയുന്നത് എന്താണ് എൻഡോഗമി അല്ലെ. എൻഡോഗമി എന്താണ് നിർവചിക്കപ്പെട്ട ഗ്രൂപ്പിനുള്ളിലെ വിവാഹം, ഉദാഹരണം ബന്ധുത്വം, ജാതി അല്ലെ, ഒരേ ഗ്രൂപ്പിൽ നിന്ന് വിവാഹം കഴിക്കുന്ന രീതി, അതാണ് എൻഡോഗമി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കൂ, ഹൈപ്പോഗമി അല്ലെ. ഹൈപ്പോഗമി ആണ് എന്താ, താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളുമായി മകളുടെ വിവാഹം നടക്കുന്ന സിസ്റ്റമാണ് ഹൈപ്പോഗമി എന്ന് പറയുന്നത്. ഹൈപ്പർഗാമി അല്ലെ എന്ന് പറഞ്ഞാൽ എന്താ, ഉയർന്ന വർഗത്തിലോ ജാതിയിലോ ഉള്ള ഒരാളുമായിട്ട് എന്ത് ചെയ്തു മകളുടെ വിവാഹം നടക്കുന്നതിനാണ് ഹൈപ്പർഗമി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വിലക്ക് എന്നുള്ളതാണ് മീൻസ് നിരോധനം, അഥവാ നിരോധിതമായ പെരുമാറ്റം അല്ലെങ്കിൽ പെരുമാറ്റ രീതികൾ അല്ലെ. അല്ലെങ്കിൽ രക്തബന്ധം, സഹോദരനെയും സഹോദരിയും എന്ത് ചെയ്യുക പോലെയുള്ള രക്തബന്ധങ്ങൾ എന്ത് ചെയ്യുക, ഇതും ഒരു സിസ്റ്റമാണ് എന്നുള്ളത്. അതാണ് എന്ത് പറയുന്നത് ലാസ്റ്റ് പറഞ്ഞ ടാബുവിൽ വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, അനുയോജ്യമായ ഉദാഹരണങ്ങളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി വിവാഹ തരങ്ങളെ വിശദീകരിക്കുക അല്ലെ. എക്സ്പ്ലെയിൻ ദ ടൈപ്പ് ഓഫ് ദ മാരേജ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ദ മാച്ച് ഗിവൻ ദ സ്യൂട്ടബിൾ എക്സാമ്പിൾ അല്ലെ. നോക്കൂ, ഒന്ന് ഏകഭാരിത്യം, മോണോ എന്ന് വെച്ചാൽ മീനിങ് എന്താണ്, അവിവാഹിതൻ അല്ലെ. ഗാമി എന്ന് വെച്ചാൽ വിവാഹം അല്ലെ. അപ്പൊ എന്താണ് ഒരു പുരുഷൻ സ്ത്രീ ഒന്നെങ്കിൽ ഒരു പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ ഒരു സമയം ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും മാത്രം വിവാഹം കഴിക്കുന്ന അല്ലെങ്കിൽ വിവാഹത്തിന്റെ രൂപമാണ് ഏകഭാരിത്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇണയുടെ മരണം, ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ മരിച്ചാൽ അല്ലെങ്കിൽ വിവാഹമോചനം പോലെയുള്ള ചില അസാധാരണ സാഹചര്യങ്ങളിൽ ഒരാൾക്ക് വിവാഹം കഴിക്കാം. ലോകമെമ്പാടുള്ള വിവാഹത്തിന്റെ ഏറ്റവും പ്രചാരമുള്ള രൂപമാണ് ഈ പറഞ്ഞ മോണോ ഗാമി എന്ന് പറയുന്ന ഏകഭാരിത്യം എന്ന് പറയുന്നത്. നോക്കൂ, നെക്സ്റ്റ് എന്താണ് ബഹുഭാരിത്യം. ബഹുഭാരിത്യം അനേകം ഗാമി അല്ലെ.
അപ്പോൾ എന്താണ് ബഹുഭാരതം എന്ന് പറഞ്ഞാൽ അനേകം എന്നുള്ളതാണ് ഗാമി അല്ലെ, വിവാഹം എന്നുള്ളതാണ് എന്താണ് പറയുമ്പോൾ വിവാഹത്തിന് തന്നെ ഗാമി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ബഹുഭാരതം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ രീതിയിലുള്ള വിവാഹത്തെ ഒരു പുരുഷനോ അല്ലെങ്കിൽ സ്ത്രീക്കോ ഒന്നിലധികം സ്ത്രീകളോ അല്ലെങ്കിൽ പുരുഷന്മാരോ ഉണ്ടാകുന്ന സിസ്റ്റമാണ് എന്ത് ബഹുഭാരതം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് രണ്ട് രീതി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഈ ബഹുഭാരത്തെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടായിട്ട് തിരിക്കാം എന്നുള്ളതാണ്. ഒന്ന് ബഹുഭാരതം പോളിയാൻഡ്രി. അപ്പൊ എന്താണ് ബഹുഭാരതത്തെ രണ്ട് തരങ്ങളായി വിഭജിക്കാം. ഒന്ന് ബഹുഭാരതം എന്താണ് പോളിയാൻഡ്രി. ആ ബഹുഭാരതം പോളി എന്നാണ് അനേകം എന്നുള്ളതാണ്, ഗൈനി എന്ന സ്ത്രീ എന്നുള്ളതാണ്. അപ്പോൾ പോളി ഗൈനി പോളിയാൻഡ്രി എന്നിങ്ങനെ രണ്ട് പേരുകളാണ് എന്തിനുള്ളത്, രണ്ടായിട്ട് വിഭജിച്ചു. അപ്പൊ പോളിഗൈനി എന്നാണ് പുരുഷൻ ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിക്കുന്ന വിവാഹത്തിന്റെ രൂപമാണ് ബഹുഭാരതം എന്ന് പറയുന്നത്. ഓക്കെ, റെഡി അല്ലേ? പിന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് എന്ത്, ഇനി നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യമാണ് വിവാഹം. എന്നതിന് ഒരു പുരുഷനും സ്ത്രീക്കും ഓക്കെ that defines the following the words the terms of marriage and affinal relations, exogamy, endogamy, hypotaboo relationship. നമ്മൾ എന്ത് ചെയ്തു, നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയായിരുന്നു, വീണ്ടും എന്താണ് ഒന്നുകൂടെ പറയണേ. ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെ വിവാഹ ബന്ധം അല്ലെ, അതുപോലെ തന്നെ എക്സോഗമി നിർവചിക്കപ്പെട്ട ഗ്രൂപ്പിന് പുറത്തുള്ള വിവാഹം, അതുപോലെ തന്നെ എൻഡോഗമി നിർവചിക്കപ്പെട്ട ഗ്രൂപ്പിലുള്ള വിവാഹം, അതുപോലെ തന്നെ എന്താണ് ഹൈപ്പോഗമി എന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളുമായുള്ള മകളുടെ വിവാഹം, ഹൈപ്പർഗാമി എന്ന ഉയർന്ന വർഗത്തിലുള്ള ജാതിയിലോ ഉള്ള ഒരാളുമായുള്ള മകളുടെ വിവാഹം, ഇതിലേക്ക് നിരോധിത പെരുമാറ്റം അല്ലെങ്കിൽ എന്താണ് നിരോധിതമായിട്ടുള്ള പെരുമാറ്റ രീതികൾ, രക്തബന്ധം എന്ന സഹോദരനും പോലെയുള്ള രക്തബന്ധം എന്നിങ്ങനെയാണ്. വിവാഹത്തിന്റെ ആവിർഭാവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ എന്താണ്, ഒന്നിൽ എന്താണ് എന്തിനാണ് വിവാഹം കഴിക്കുന്നത് എന്നുള്ള മൂന്ന് കാര്യങ്ങൾ. ഒന്ന് ലൈംഗിക സംതൃപ്തി, അത് ജീവശാസ്ത്രപരമായ ആവശ്യമാണ്. 2 അത്തരം യൂണിറ്റിൽ നിന്ന് ജനിക്കുന്ന കുട്ടികളുടെ നിയമസാധുത, ഇതിന് സാമൂഹിക ആവശ്യമാണ്. സാമ്പത്തിക സഹകരണം എന്തെന്നു ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇനി ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ബിഹൈൻഡ് ദ ഹിന്ദു മാരേജ് ആർ ദ ഫോളോവിങ്സ് അല്ലെ, എന്ന് വെച്ചാൽ എന്തിനാണ് വിവാഹത്തിന്, ഹിന്ദു വിവാഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, മതപരമായ കടമ നിർവഹിക്കൽ അഥവാ ധർമ്മം എന്നാണ് എഴുതുക. രണ്ടാമത് തന്നെ കുട്ടികളുടെ ജനനം, പ്രജ അല്ലെ, ധർമ്മം, പ്രജ, പിന്നെ ലൈംഗിക സംതൃപ്തി, രതി. ഈ മൂന്ന് കാര്യങ്ങൾ എന്ത് ചെയ്യുക, മറക്കരുത്, മനസ്സിലാക്കുക. ഓക്കെ, ധർമ്മം, പ്രജ, രതി. ഓക്കെ, ഇത് മൂന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, റെഡി അല്ലേ? ഇനി നോക്കൂ, ഹൈന്ദവ വിവാഹത്തിന്റെ പരമ്പരാഗത രീതികൾ ഏതെല്ലാം എന്നുള്ളതാണ്. വിവാഹത്തിന്റെ സ്മൃതികൾ 8 രീതികൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് നമ്മളിവിടെ പറയുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ളത് ഇപ്പൊ അതിലൊന്നാണ് ബ്രഹ്മവിവാഹം, ദൈവവിവാഹം, മറ്റൊന്നാണ് ഹർഷവിവാഹം, പ്രജാപത്യ വിവാഹം, അസുര വിവാഹം, ഗാന്ധർവ വിവാഹം അല്ലെ. നമ്മളെ ബ്രഹ്മവിവാഹം എന്ന് പറഞ്ഞാൽ സാധാരണ ഉയർന്ന ജാതിയിലുള്ളത്, ദൈവവിവാഹം എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിൽ തന്നെയാണ് സാധാരണ എല്ലാ ദൈവത്തിന് സംതൃപ്തി. ഹർഷവിവാഹം എന്ന് പറഞ്ഞാൽ ഇതുപോലെ, പിന്നെ അസുര വിവാഹം, ഗാന്ധർവ വിവാഹം എന്നുള്ളതൊക്കെ എന്താണ് മറ്റുള്ളവരെ ചതിയിൽപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുക, ആ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയിട്ടൊക്കെ വിവാഹം കഴിക്കുന്ന രീതിയാണ് എന്ത് പറയുന്നത്, ഈ ലാസ്റ്റ് പറയപ്പെടുന്ന രീതി എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നോക്കി വെക്കുക. മറ്റെന്താണ്, നമ്മൾ ഇതിന്റെ വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ മറ്റൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇതിന് മുമ്പത്തെ ലൈവ് ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ള മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളാണ് നമ്മളിപ്പോൾ ഇതിൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, റെഡി അല്ലേ? മനസ്സിലായവരെന്ത് ചെയ്യുക, അവിടെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, അതിന്റെ ഒരു എന്ത് ചെയ്യുക, റെഡി ആയിട്ട് മനസ്സിലായിട്ടെന്ന് അറിയിക്കുന്ന, റെഡിയാണ് മനസ്സിലായിട്ടുണ്ടെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, റെഡി ആണല്ലോ? എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. നെക്സ്റ്റ് ചാപ്റ്ററിന് 13ാമത്തെ ചാപ്റ്റർ ഫാമിലി എന്നുള്ളതാണ്. ഫാമിലിയെ കുറിച്ചാണ് നമുക്കിനി സംസാരിക്കാനുള്ളത്. ഓക്കെ, റെഡി അല്ലേ? റെഡി ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പോ എന്താ എല്ലാവരും എന്ത് ചെയ്യാ, ഒന്ന് റെഡി ആവുക. ഓക്കെ, പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, നല്ല 1-2 കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്. ഫാമിലി എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചാപ്റ്റർ തന്നെയാണ്. വെറും എന്ത് നമ്മൾ നെവർ മൈൻഡ് ആക്കി കളയരുത്. നമുക്ക് കുടുംബം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതല്ലേ അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതല്ലേ എന്നുള്ള ആ ഒരു ഇതിലേക്ക് പോകരുത്. മിക്കവാറും അതിനൊക്കെ 1 വേർഡ് ക്വസ്റ്റൻസ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരിക. അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് വിശദീകരിച്ച് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റൻസുകളൊക്കെ തന്നെയായിരിക്കും. അപ്പൊ ഇതെല്ലാം നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. ഇതിനൊന്നും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്താൽ നല്ലൊരു മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, കരസ്ഥമാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നോക്കൂ, ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ് കുടുംബം അല്ലെ. കാരണം എന്താണെന്നുള്ളത് ചോദിക്കാണ്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻസ് അല്ലെ. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ് കുടുംബം. കാരണം എന്ത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അതിനടിയിൽ എന്തിന് ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. അംഗങ്ങൾക്ക് പരസ്പരം നിസ്വാർത്ഥമായ ഭക്തി ഉണ്ടാവും. അംഗങ്ങൾ പരസ്പരം രക്തം, വിവാഹം അല്ലെങ്കിൽ ദത്തെടുക്കൽ എന്നിവയിൽ എന്താണ് ബന്ധപ്പെട്ടിരിക്കുന്നു. കുടുംബം അതിലെ അംഗങ്ങൾക്ക് സാമ്പത്തികവും സാമൂഹികവുമായ പിന്തുണ നൽകുന്നു. ഒരു വ്യക്തിയുടെ സാമൂഹികവൽക്കരണത്തിന്റെ കുടുംബം ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. മുകളിൽ പറഞ്ഞവയെല്ലാം കുടുംബത്തിന്റെ കാര്യങ്ങളാണ് എന്നുള്ളത് ലാസ്റ്റ് 5ാമത്തെ ഓപ്ഷൻ. നമുക്കറിയാം ഈ പറയപ്പെടുന്ന 4 ഓപ്ഷൻസുകളും നമുക്കറിയാം കുടുംബത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മുകളിൽ പറഞ്ഞവയെല്ലാം
എന്താണ് ഈ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്ത് ചെയ്യാം നമുക്ക് പറയാൻ പറ്റും. മേ ബി ഇതുപോലെ തിരിച്ച് 6 ക്വസ്റ്റ്യൻസുകൾ വരികയാണെങ്കിൽ അതിൽ ഈ പറയപ്പെട്ട 4 ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് ഏതായിരിക്കും. കുടുംബ ഗ്രൂപ്പ് എന്താണ് പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ് അല്ലെ, കുടുംബവുമായി ബന്ധപ്പെട്ട എന്താണ് ജീവിതത്തിലെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കുടുംബം എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നുള്ളതിന്റെ പോയിന്റ് ആണ്. അപ്പൊ ഇതുപോലൊരു ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 4 1 വന്നാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് ഏതിൻ്റെ എന്താണ് ഇത് കുടുംബവുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യാം നമുക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടെത്താം. ഓക്കെ, റെഡി അല്ലേ? ഇനി നോക്കൂ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി പിരിമുറുക്കമുള്ള സാഹചര്യങ്ങളിൽ വൈകാരിക പിന്തുണ നൽകുന്നത് കുടുംബത്തിന്റെ ഡാഷ് പ്രവർത്തനമാണ് അല്ലെ, മാനസിക പ്രവർത്തനം. കുടുംബത്തിന്റെ മാനസിക പ്രവർത്തനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ പിരിമുറുക്കമുള്ള സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു നമ്മളെ എന്തെത്തിക്കുന്നത് വൈകാരികമായി പിന്തുണ നൽകുന്ന ഒരു വിഭാഗമാണ് മാനസികമായ കുടുംബത്തിന്റെ മാനസിക പ്രവർത്തനം എന്നുള്ളത്. കുടുംബത്തിന്റെ പ്രവർത്തനം ഇതാണ് എന്നുള്ളതാണ് എന്ന് വെച്ചാൽ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കുടുംബത്തിന്റെ പ്രവർത്തനങ്ങളാണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം ചർച്ച ചെയ്യാം. ശാരീരിക സംരക്ഷണം നൽകുന്നത് കുടുംബമാണ്. സാമ്പത്തിക പിന്തുണ നൽകുന്നു. സമൂഹത്തിൽ നിന്ന് മാനദണ്ഡങ്ങളിൽ നിന്നും മൂല്യങ്ങളിൽ നിന്നും ഒരു കുട്ടിയെ സാമൂഹികവൽക്കരിക്കുന്നു. സാമ്പത്തിക പിന്തുണ നൽകാൻ കുടുംബം നൽകുന്നു. അതുപോലെ മുകളിൽ പറഞ്ഞവയെല്ലാം കുടുംബത്തിന്റെ പ്രവർത്തനങ്ങളാണ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻസർ ശരിയാണ്. കാരണം എന്താണ് മുകളിൽ പറഞ്ഞതെല്ലാം ഒരു കുടുംബത്തിൽ നിന്ന് ആ ഒരു കുട്ടിക്ക് ലഭിക്കുന്നതാണ്, അല്ലെങ്കിൽ കുടുംബത്തിലെ വ്യക്തികൾക്ക് ലഭിക്കുന്നതാണ് എന്ന് ചെയ്യാം നമുക്കറിയാം. അപ്പൊ ഈ ആൻസർ എന്താണ് നമ്മൾ എന്ത് ചെയ്യാം ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഏതെങ്കിലും ഒരു കാര്യം അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യണം അറ്റൻഡ് ചെയ്യാൻ കഴിയണം. ഓക്കെ, ഇനി അമ്മയാണ് പരമാധികാരി. കുടുംബം എന്താണ് അമ്മയാണ് ഒരു കുടുംബത്തിന്റെ പരമാവധി അധികാരി എങ്കിൽ ആ കുടുംബത്തിന് പറയുന്നത് എന്താണ് പേരെന്താണ് മാട്രിയാക്കൽ എന്നെന്ത് ചെയ്യും അതിന് പറയപ്പെടും. ഓക്കെ, ഓർത്ത് വെക്കുക. മാട്രിയാക്കൽ പാട്രിയാക്കൽ എന്നിങ്ങനെ 2 രീതിയിലുണ്ട്. പാട്രിയാക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് അച്ഛൻ അല്ലെങ്കിൽ ആണുങ്ങളായിരിക്കും അവിടുത്തെ മെയിൻ പരമാവധി അധികാരി. പക്ഷെ അമ്മയാണ് അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയ സ്ത്രീയാണ് അധികാരി എന്നെങ്കിൽ അതിന് പറയുന്നതാണ് മാട്രിയാർക്കൽ എന്നത് പേര് എന്ന് പറയുന്നത്. ഇനി നോക്കൂ, നവദമ്പതികൾ ഭർത്താവിന്റെ അമ്മാവനോടൊപ്പം താമസിക്കുന്ന കുടുംബത്തിന്റെ തരം അറിയപ്പെടുന്നത് ഏത് രീതിയിലാണ്? മാതൃലോക കുടുംബം, പാട്രിലോക്കൽ കുടുംബം, അവൻകുലേക്കൽ കുടുംബം, നിയോ ലോക്കൽ കുടുംബം. അവൻകുലോക്കൽ കുടുംബം എന്ന് വെച്ചാൽ അങ്കിളിന്റെ കൂടെ അല്ലെങ്കിൽ എന്താണ് അമ്മാവന്റെ കൂടെ താമസിക്കുന്ന രീതിയാണ് ഇവിടെ പറയപ്പെടുന്നത്. ഓക്കെ, റെഡി അല്ലേ? ഇന്ന് നോക്കൂ, കുടുംബത്തിന്റെ എന്താണ് ഒരാൾ കുടുംബനാഥന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണം. കുടുംബത്തിന്റെ പ്രത്യേകതകൾ അറിയട്ടോ. അപ്പോൾ എന്താണ് ഒരാൾ കുടുംബനാഥന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണം. ചിലപ്പോൾ ചോദിക്കും കൂട്ടുകുടുംബത്തിന്റെ പ്രത്യേകത എന്തെല്ലാം? കൂട്ടുകുടുംബത്തിലെ അംഗങ്ങളുടെ നില നിർണ്ണയിക്കുന്നത് എന്താണ് സമ്പാദിച്ച പണമോ ഏതെങ്കിലും തൊഴിലോ നേട്ടമോ അല്ല. കുടുംബത്തിലെ മറ്റംഗങ്ങളുടെ സന്തോഷവും സങ്കടവും എല്ലാവരും പങ്കിടുന്നു. മുകളിൽ പറഞ്ഞവയെല്ലാം കുടുംബത്തിന്റെ സവിശേഷതകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എണ്ണാൻ പറ്റും. ഓക്കെ, ഇനി നോക്കൂ, ഒരു കുടുംബം അല്ലെ ഒരു കുട്ടിയുടെ പ്രത്യുൽപാദനത്തിന് വളർത്തനത്തിന് ഏറ്റവും മികച്ച അന്തരീക്ഷം പ്രദാനം ചെയ്യുന്ന ഒരു കുടുംബത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണം. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ എന്താന്ന് ചോദിച്ചാൽ നമുക്ക് അതിലെ അംഗങ്ങൾക്ക് സാമൂഹിക ഐഡന്റിറ്റി നൽകുന്നു അല്ലെ, രോഗം, ദൗർഭാഗ്യം, വാർദ്ധക്യം എന്നിവയിൽ അതിലെ അംഗങ്ങൾ എന്ത് ചെയ്യുന്നു പരിപാലിക്കുന്നു. ഇതെല്ലാം ഒരു കുടുംബത്തിന്റെ സവിശേഷതയാണ്. ഇനി മുകളിൽ പറഞ്ഞവയെല്ലാം എന്ത് ചെയ്യുന്നു ഒരു കുടുംബത്തിന്റെ സവിശേഷതയാണ് എന്ന് പറയാം. അപ്പൊ എന്താണ് ഇതെല്ലാം ഇതിൽ പെട്ടതാണ്, കുടുംബത്തിൽ പെട്ടതാണ്. അപ്പൊ എന്താണ് ഈ മുകളിൽ പറഞ്ഞവയെല്ലാം എന്താണ് ശരിയായത് കൊണ്ട് തന്നെ എന്താണ് 5 നമുക്ക് എന്ത് ചെയ്യാം ആൻസർ ആയിട്ട് എഴുതാം എന്നുള്ളതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഓക്കെ, കുടുംബത്തിലെ സ്ത്രീകളുടെ അവസ്ഥ എങ്ങനെ മാറി? ഒരു വാചകത്തിന് എന്ത് ചെയ്യുക എഴുതുക എന്നുണ്ടാവും. ചിലപ്പോൾ എന്ത് ചെയ്യും അപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയാണ് വിദ്യാഭ്യാസം, ബോധവൽക്കരണം, ജനാധിപത്യം, കുടുംബത്തിന്റെ വലിപ്പം, കൂട്ടുകെട്ടിൽ നിന്നാണ് കുടുംബം വരെ എന്നിവയുടെ വ്യാപനം കാരണം കുടുംബത്തിലെ സ്ത്രീകളുടെ പദവി മാറി. ഇത് നമുക്ക് ഇനി ഒരു എസ്എ ക്വസ്റ്റൻസിൽ കുടുംബത്തിലെ സ്ത്രീകളുടെ അവസ്ഥ എങ്ങനെ മാറി ഒരു വാചകത്തിൽ എഴുതുക എന്നതിന് പകരം നിങ്ങൾ ഒരു 30 വേർഡ്സുകളുടെ എണ്ണം പറഞ്ഞിട്ട് വലിയൊരു രീതിയിൽ എന്ത് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ഈ ഒരു കാര്യം കിട്ടിയാൽ വിദ്യാഭ്യാസ മേഖലമായിട്ട് സ്ത്രീകൾ എത്രത്തോളം ഉയർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം വിശദീകരിച്ച് എഴുതാൻ പറ്റും. ബോധവൽക്കരണ രീതിയിൽ എത്രത്തോളം ഉണ്ട്, ജനാധിപത്യ രീതിയിൽ ഇടപെടുമ്പോൾ ഭരണാധികാരം ഭരണമേഖലയിലേക്ക് ആ സ്ത്രീകളുടെ സിസ്റ്റം എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നോക്കൂ, കുടുംബത്തിന്റെ വലിപ്പം അനുസരിച്ച് എന്താണ് അവരുടെ സ്ത്രീകളുടെ ഇടപെടലും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എഴുതി കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു പോയിന്റ്സുകൾ കാര്യങ്ങൾ എന്ത് ചെയ്യാം നോക്കി വെക്കുക. ഓക്കെ, അപ്പോ ഇത് വെച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം വലിയ ക്വസ്റ്റൻസുകൾ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്ത്രീകളെ കുറിച്ച് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ അവസ്ഥയെ കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് വിശദീകരിച്ച് എഴുതാൻ പറ്റും. ഓക്കെ, റെഡി അല്ലേ? എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റൻസ് നോക്കാം. write the short the meaning of the following the terms family, nuclear family, joint family. കുടുംബം ഇതൊരു സാർവത്രിക സ്ഥാപനമാണ്. അത് സമൂഹത്തിന്റെ ചരിത്രത്തിൽ ഉടനീളം നിലവിലുണ്ട്. കുടുംബം അടിസ്ഥാനപരമായി ബന്ധുത്വവും പരസ്പരം ബന്ധം ഉള്ള വ്യക്തികളാണ് എന്ന് പറയുന്നത്. കുടുംബം എന്ന് പറയും അടിസ്ഥാനപരമായി ബന്ധുത്വവും പരസ്പരം ബന്ധവും ഉള്ള വ്യക്തികളാണിത്
കുടുംബം എന്ന് പറയുന്നത്. ഓക്കെ, റെഡി ആണല്ലോ? മനസ്സിലാക്കി വെക്കുക. ഇനി അണുകുടുംബം എന്നത് ഭർത്താവും ഭാര്യയും അവീതരായ കുട്ടികളും അടങ്ങുന്നതാണ് എന്ത് പറയുന്നത് അണുകുടുംബം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കൂ, കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പൊതു മേൽക്കൂരയിൽ ഒരു പൊതു അടുക്കളയിലും ഒരുമിച്ച് താമസിക്കുന്ന 3 അല്ലെങ്കിൽ തലമുറകളിൽ കൂടുതലുള്ള അംഗങ്ങൾ അടങ്ങുന്നതാണ് കൂട്ടുകുടുംബം എന്ന് നമുക്ക് എന്ത് ചെയ്യാം പറയാൻ പറ്റും. ഓക്കെ, ഇനി മാട്രിലോക്കൽ ഗോത്ര അല്ല, ഇത് എന്താണ് ഈ ഒരു ഗോത്ര ഈ ഒരു രീതിയിൽ എന്താണ് ഈ കാര്യങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് നമുക്ക് ഇനി പറയാനുള്ളത്. പാട്രിലോക്ക് എന്താണ്? വിവാഹശേഷം വധുവിന്റെ കുടുംബത്തോടൊപ്പം പോയി താമസിക്കുന്നു എന്നുള്ളത്. ഭർത്താവ് ഭാര്യ വധുവിന്റെ വീട്ടിൽ താമസിക്കുന്നതാണ് പാട്രിലോക്കൽ എന്ന് പറയുന്നത്. മാട്രിലീനി എന്ന് പറഞ്ഞ സ്ത്രീയുടെ ഭാഗത്തു നിന്നുള്ള വംശാവലി എന്തെന്നു മാട്രിലീനി എന്ന് വിളിക്കുന്നു. പാട്രിലീനി എന്ന് പറഞ്ഞ പുരുഷപക്ഷത്തു നിന്നുള്ള വംശത്തിന്റെ കണ്ടെത്തലാണ് ഇത് പറയുന്നത്. മാട്രിലോക്കൽ എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് ശേഷം വധുവും വരനും വധുവിന്റെ കുടുംബത്തോടൊപ്പം താമസിക്കുന്നു. ഗോത്രം എന്നതിന് ഹിന്ദുക്കളുടെ ഗോത്രം എന്നത് ഒരു പൊതു പുരാണ പൂർവികനിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു കൂട്ടം കുടുംബങ്ങൾ എന്നതിനെ ഗോത്രം എന്ന് പറയുന്നത്. ഓക്കെ, റെഡി ആണല്ലോ? ഒന്നും കൂടെ എന്ത് ചെയ്യുക, ക്ലിയർ എന്ന് നോക്കുക, മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ? മനസ്സിലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അറിയിക്കണം. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻസ് ചെയ്യാം, നമുക്ക് പോയി നോക്കാം. ഓക്കെ, വിപുലമായ കുടുംബത്തിന്റെ സവിശേഷതകൾ എന്താണ്? ഇപ്പോൾ അണുകുടുംബമോ കൂട്ടുകുടുംബമോ ഉണ്ടാകുന്നവരല്ലാതെ അടുത്ത ബന്ധമുള്ള മറ്റു ബന്ധുക്കളെ അണുകുടുംബത്തിലേക്ക് ചേർത്താൽ അതൊരു വിപുല കുടുംബത്തിന്റെ രൂപമെടുക്കും. വിപുലീകൃത കുടുംബങ്ങൾ ന്യൂക്ലിയൻസ് ബന്ധമുള്ളവരോ അല്ലെങ്കിൽ ന്യൂക്ലിയൻസ് വിദൂര ബന്ധങ്ങളാൽ ചുറ്റപ്പെട്ടവരോ അല്ലെങ്കിൽ അവിടെ മരുമകനിൽ നിന്ന് താമസിക്കുന്ന മാതാപിതാക്കൾ പോലെയുള്ള ബന്ധുത്വം പ്രപഞ്ചം ഇനിയും വ്യാപിച്ചിരിക്കുന്നതോ ആകാം. നിയമത്തിന്റെ കുടുംബം എന്ന് പറയുന്നത് വെച്ചാൽ വിപുലമായ കുടുംബത്തിന്റെ ഒരു ഷോർട്ട് ആയിട്ട് പറഞ്ഞതാണ്. നെക്സ്റ്റ് രണ്ട് വിശാലമായ കുടുംബങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ ചെറിയ കുടുംബം കൂട്ടുകുടുംബം, അല്ലെങ്കിൽ വലിയ കുടുംബം. കൂട്ടുകുടുംബങ്ങളെ 2 തരങ്ങളായി തിരിച്ചിരുന്നു, പാട്രിലിനിൻ ലിനൽ എന്നത് മാട്രിലിനൽ എന്നുള്ളത്. പാട്രിലിനൽ എന്ന ലോക്കൽ കുടുംബം. മാട്രിലോക്കൽ കുടുംബം എന്ന് പറഞ്ഞാൽ 3ാമത്തെ തരം കുടുംബമാണ് വിപുലീകൃത കുടുംബം. അത് വളരെ സാധാരണ ഒരു രൂപമല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി പറയാനുള്ളത് അണുകുടുംബത്തിന്റെ 3 സവിശേഷതകൾ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണം. അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. അത്ര അണുകുടുംബത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അണുകുടുംബം എന്നത് ഭർത്താവും ഭാര്യയും അവരുടെ അവിവാഹിത മക്കളും കുട്ടികളും അടങ്ങിയതാണെന്ന് പറയുന്നുണ്ട്. 2 അണുകുടുംബത്തിലെ ബന്ധുക്കൾക്ക് ഇവയാണ് ഭർത്താവ് ഭാര്യ, അച്ഛൻ മകൻ, അച്ഛൻ മകൾ, അമ്മ മകൻ, അമ്മ മകൾ അങ്ങനെ ഈ രീതിയാണ്. ഈ ഭർത്താവിന്റെ വിധവയായ രക്ഷിതാവോ അവന്റെ ഇടയ സഹോദരന്മാരോ സഹോദരിമാരോ താമസക്കാരായി സപ്ലിമെന്റ് ചെയ്യുന്ന അണുകുടുംബ യൂണിറ്റുകളിൽ ചിലപ്പോൾ ഉണ്ടാകാം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി പറയുന്നത് ഫാമിലിയുടെ സവിശേഷതകളാണ് നമുക്ക് പറയുന്നത്. ഇണചേരൽ ബന്ധം ഇതൊരു സവിശേഷതയാണ്. ഒരു പുരുഷൻ ഒരു സ്ത്രീ നിശ്ചിതമായ സാമൂഹിക മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി വിവാഹിതരാകുമ്പോൾ ഒരു കുടുംബം ജനിക്കുന്നു. പിന്നെ പൊതുവായിട്ടൊരു വാസസ്ഥലം ഉണ്ടായിരിക്കും, വംശാവലി കണക്കാക്കലുണ്ടാവും, സാമ്പത്തിക വ്യവസ്ഥ ഒരു കുടുംബത്തിന് ഇതെല്ലാം കുടുംബത്തിന്റെ സവിശേഷതകളിൽ പെട്ടതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ക്വസ്റ്റൻ ആൻസറുകളൊക്കെ ഇനിയിപ്പോൾ എക്സാമിന്റെ ടൈമിലൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ക്വസ്റ്റൻ ആൻസർ റിപ്പീറ്റ്മെന്റ് ചെയ്ത് വായിക്കണം. ഓക്കെ, ചിലപ്പോൾ 1 വേർഡ് ക്വസ്റ്റൻസ് ഒറ്റയടിക്ക് വായിച്ചു പോയാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടാത്തൊരവസ്ഥ വരും. വീണ്ടും വായിച്ചാൽ നമ്മൾ ഇങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസുകൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിങ്ങനെ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് ആ ഡൗട്ട്സ് രണ്ടാമത് വായിക്കുമ്പോൾ ആ ഓർമ്മ ഇങ്ങനെ വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ക്വസ്റ്റൻ ആൻസർ ഒക്കെ എഴുതുമ്പോൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ, ഏതാണ്? ചാപ്റ്റർ 14 കിൻഷിപ്പ് അല്ലെ, ബന്ധുത്വത്തെ കുറിച്ചാണ്. ഏകദേശം എല്ലാം ഒന്നാണ്. വിവാഹം, ഫാമിലി, കുടുംബം, ബന്ധുത്വം അല്ലെ, ഇത് 3ഉം ഏകദേശം ഒരേ കാറ്റഗറി ആയിട്ടാണ് വരുന്നത്. 3ഉം തുടർച്ചയായിട്ടുള്ള പാഠങ്ങളാണ്. വളരെ 3ൽ നിന്ന് ഏകദേശം ഒരുപോലെയുള്ള ക്വസ്റ്റൻസുകൾ വരാറുണ്ട്. അപ്പൊ ശ്രദ്ധിക്കണം. ഈ 3 പാഠത്തിന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. ഫസ്റ്റ് ഇവിടെ പറയുന്നുണ്ട് അല്ലെ, ദ ഫാമിലി ഇൻ ദ വിച്ച് ദ പേഴ്സൺ ഈസ് ബോൺ ഈസ് ഹിസ്. ഒരു വ്യക്തി ജനിക്കുന്ന കുടുംബം അയാളുടേതാണ് എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യുൽപാദന കുടുംബം എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഓറിയന്റേഷൻ കുടുംബം എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പറയുന്നു, 2 എന്ന് പറയുന്നു. ഓറിയന്റേഷൻ കുടുംബം എന്നുള്ളതാണ് ഇതിന് പറയുന്നത് പേര്. മറ്റൊന്ന് കിൻഷിപ്പ് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഇൻഡിവിജ്വൽ ബിക്കോസ് എന്നുള്ളത്. വ്യക്തികൾക്ക് ബന്ധുത്വം പ്രധാനമാണ്, കാരണം എന്നുള്ളതാണ്. വ്യക്തികൾക്ക് ബന്ധുത്വം പ്രധാനമാണ്, കാരണം എന്നുള്ളത്. അത് അവന്റെ വ്യക്തിത്വവും പദവിയും നൽകുന്നു. ഇത് മാനസികമായ സുരക്ഷ നൽകുന്നു. അവന്റെ റോളും പെരുമാറ്റ രീതിയും നിർവചിക്കുന്നു. മുകളിൽ പറഞ്ഞവയെല്ലാം, ഈ മുകളിൽ പറഞ്ഞ എല്ലാം വ്യക്തിക്ക് ബന്ധുത്വം പ്രധാനമായ കാരണം, ഒരു വ്യക്തിക്ക് ബന്ധുത്വം പ്രധാനമാകുന്ന കാരണങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഈ 3 കാര്യങ്ങൾ ഇതിൽ പെടുന്നു എന്നുള്ളതാണ്. ഓക്കെ, റെഡി അല്ലേ?
നെക്സ്റ്റ് നോക്കൂ, ബന്ധത്തിന്റെ നിബന്ധനകൾ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇവിടുന്നത്? വിവിധ അംഗങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധമിടുന്നു. അതുപോലെ തന്നെ അംഗങ്ങളുടെ പദവിയും റോളുകളും, നിലവിലുള്ള തരത്തിലുള്ള കുടുംബഘടന, വംശനാശം സംഭവിച്ച സാമൂഹിക സവിശേഷതകൾ, മുകളിൽ പറഞ്ഞവയെല്ലാം ഇതെല്ലാം ബന്ധത്തിന്റെ നിബന്ധനകളിൽ പെടുന്നതാണ്. മറ്റു നോക്കൂ, ഒരു കൂട്ടം ബന്ധുക്കളാണ് അല്ലെ, അറിയപ്പെടുന്ന ഒരു പൂർവികന്റെ പിൻഗാമികളാണെന്ന് ആരുടെ അംഗങ്ങൾ വിശ്വസിക്കുന്നു. രണ്ടാമത് ആരുടെ അംഗങ്ങൾക്ക് എന്താണ് ദ ക്ലൈൻ ഈസ് ദ സെറ്റ് ഓഫ് ദ കിൻ എന്നുള്ളതാണ്. ബന്ധുക്കൾ എന്നുള്ളതാണ്. അപ്പൊ ആരുടെ അംഗങ്ങൾക്കാണ് അവർ ഒരു പൊതു പുരാണ പൂർവികൻ എന്നാണ് വന്നതെന്ന് വിശ്വസിക്കുന്നു. മറ്റെന്താണ് അമ്മ, അച്ഛൻ, കുട്ടികൾ എന്നിങ്ങനെ ഇതിൽ വരുന്നു. മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല എന്നുള്ളതാണ്. അപ്പോ ഇത് ക്ലൈൻസ് ഈസ് എ സെറ്റ് ഓഫ് ദ കിൻസ് എന്നുള്ളത് മുകളിൽ പറഞ്ഞ ഒരു കാര്യവും ഇതിൽ പെടുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി പറയുന്നത് ദ കിൻഷിപ്പ് യൂസേജ് ഇൻ വിച്ച് ദ മെറ്റേണൽ അങ്കിൾ പ്ലേസ് സിഗ്നിഫിക്കൻസ് റോൾ ഇസ് ദ ടേൺഡ് ആസ്. മാതൃ സഹോദരൻ പ്രധാന പങ്ക് വഹിക്കുന്ന ബന്ധത്തെ ഉപയോഗിക്കുന്നത് എങ്ങനെ വിളിക്കുന്നു എന്നുള്ളതാണ്. കുവാടെ ഒഴിവാക്കൽ, തമാശയുള്ള ബന്ധം, അവൻകുലേറ്റ് ചെയ്യുന്ന ബന്ധം, മുകളിൽ പറഞ്ഞ ബന്ധം എന്താ വെച്ചാൽ ഇത് പറഞ്ഞാൽ ഇതിലേതാണ് അവൻകുലേറ്റ് ബന്ധം എന്ന് വെച്ചാൽ ആവിർഭാവം എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മാതൃ സഹോദരൻ അങ്കിളിനെ പ്രധാന ആളായിട്ട് വെക്കുമ്പോൾ നമുക്ക് വരുന്ന ഏതാണ് അവൻകുലേറ്റ് ബന്ധമാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ് കിൻഷിപ്പ് എന്നുള്ളതാണ്. വാട്ട് ഇസ് ദ കിൻഷിപ്പ്? ബന്ധുത്വ സാമൂഹിക സ്ഥാപനങ്ങളിൽ ഒന്നാണ് ബന്ധുത്വം. ബന്ധുത്വം വ്യക്തികളുടെ സാമൂഹികവൽക്കരണത്തിനും സമൂഹത്തിന്റെ ഐക്യം നിലനിർത്തുന്നതിനും സഹായിക്കുന്നു. അടുത്ത ബന്ധുക്കളുടെ ഒരു ഗണമാണ് കുടുംബം. കുടുംബത്തിലെ എല്ലാ ബന്ധുക്കളും അടങ്ങുന്ന സംജയമാണ് ബന്ധുത്വം. കുടുംബത്തിലെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക ബന്ധമാണിത്. ബന്ധുത്വത്തിൽ രക്തബന്ധങ്ങളും വിവാഹ വഴിയുള്ള ബന്ധങ്ങളും ഉൾക്കൊള്ളുന്നു. മനസ്സിലാക്കുക, രക്തബന്ധവും വിവാഹ വഴിയുള്ള ബന്ധങ്ങൾ ഉൾക്കൊള്ളുന്നു. രക്തബന്ധം അല്ലെങ്കിൽ വിവാഹ ബന്ധമായി ജനങ്ങളുടെ ഒരു കൂട്ടമായി യോജിപ്പിക്കുന്ന ബന്ധത്തെ ബന്ധുത്വം എന്ന് പറയുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ബന്ധുത്വത്തിന്റെ അവസ്ഥകൾ എന്തെല്ലാം എന്നുള്ളതാണ്. ദ പ്രൈമറി കിൻഷിപ്പ്, സെക്കൻഡറി കിൻഷിപ്പ്, ടെറിട്ടറി കിൻഷിപ്പ് എന്നിങ്ങനെ മൂന്നായിട്ട് എന്ത് ചെയ്യാം നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുന്നു എന്നുള്ളതാണ്. അപ്പൊ നോക്കാം, ഒന്നും കൂടെ നോക്കാം. എന്താണ് പ്രൈമറി കിൻഷിപ്പ്? ഒരു വ്യക്തിക്ക് ഏറ്റവും ഉറ്റവരും പ്രത്യക്ഷ ബന്ധമുള്ളവരാണ് പ്രാഥമിക ബന്ധുക്കൾ, ഉദാഹരണം ഫാദേഴ്സ് ആൻഡ് മദേഴ്സ് എന്നുള്ളത്. സെക്കൻഡറി കിൻഷിപ്പ് എന്താ നമുക്ക് ചിലപ്പോൾ എങ്ങനെ ചോദ്യത്തിന്റെ ബന്ധത്തിന്റെ അവസ്ഥകൾ എന്താണ്, വാട്ട് ഡിഗ്രീസ് ഓഫ് ദ കിൻഷിപ്പ് എന്ന് ചെയ്യാം ചോദ്യങ്ങൾ ഉണ്ടാകാം, അത് വിശദീകരിച്ച് ഉണ്ടാവാം. അപ്പൊ എന്ത് ചെയ്യാ മനോഹരമായി നമ്മൾ എന്ത് ചെയ്യണം, ഈ ചാപ്റ്ററിന് 3 പാർട്ടായിട്ട് എന്ത് ചെയ്യണം അത് എഴുതുകയും കൃത്യമായിട്ട് ഉത്തരങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ നൽകുകയും ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് പ്രാഥമിക ബന്ധുക്കളുമായി ബന്ധമുള്ളവരാണ് ദ്വിതീയ ബന്ധുക്കൾ. ഇവർ അണുകുടുംബത്തിന്റെ പുറത്തുള്ളവരായിരിക്കും. അച്ഛന്റെ സഹോദരൻ, അമ്മയുടെ സഹോദരി. ഇനി ഒരാളുടെ പ്രാഥമിക ബന്ധുവിന്റെ ദ്വിതീയ ബന്ധു എന്ന് വെച്ചാൽ അതിന് ദ്വിതീയ ബന്ധുവിനേക്കാൾ അപ്പുറത്തുള്ള ബന്ധു. ഉദാഹരണം നമ്മൾ പറയുന്നുണ്ട് അല്ലെ, ഉദാഹരണം ഭാര്യയുടെ സഹോദര പുത്രൻ, അല്ലെങ്കിൽ എന്താണ് ആ സഹോദരിയുടെ ഭർത്താവിന്റെ സഹോദരൻ. ഇങ്ങനെയുള്ള കുറച്ച് എന്താണ് അകന്ന ബന്ധുക്കളെയാണ് എന്ന് പറയുന്നത് എന്താണ് തൃതീയ കുടുംബം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കൂ, ബന്ധുത്വ മര്യാദകൾ എന്തെല്ലാം എന്നത് വിശ്വസിക്കുക. അതെന്താണ് വിശദീകരിക്കുന്നത് ഒന്നാണ് അവോയ്ഡൻസ് അല്ലെ, ഒഴിവാക്കൽ ബന്ധം, മരുന്ന് കളിയാക്കൽ ബന്ധം, ടെക്നോണിമി ബന്ധം, അന്ന് അമ്മാവൻ മര്യാദ, മരുന്ന് കവോർഡ് അല്ലെ, കവോർഡ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ അമ്മാവൻ എന്താണ് അവൻകുലേറ്റ് ബന്ധമാണ് എന്ന് പറയുന്നത്, അമ്മാവൻ മെയിൻ ആയിട്ട് വരുന്ന ബന്ധത്തെ പറയുന്നത്. ഓക്കെ, റെഡി അല്ലേ? എന്താണ് വിവാഹ ബന്ധുത്വം അല്ലെ, സഹോദര അല്ലെങ്കിൽ രക്തബന്ധുത്വം. വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് ദ കിൻഷിപ്പ്? ബന്ധുത്വത്തിന്റെ രീതി പറയുന്നത് 2 രീതിയാണ് പറയുന്നത്. ഒന്ന് അഫിനൽ കിൻഷിപ്പ്, മറ്റേ സഹോദര അല്ലെങ്കിൽ രക്തബന്ധുത്വം എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ വിവാഹ ബന്ധുത്വം എന്ന് വെച്ചാൽ വിവാഹത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ബന്ധുത്വമാണ് വിവാഹ ബന്ധുത്വം. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധുത്വം അതിന് ഉദാഹരണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യുക എഴുതാനുണ്ടാവുക. സഹോദരം അല്ലെങ്കിൽ രക്തബന്ധം എന്ന് പറഞ്ഞാൽ രക്തബന്ധം വഴിയുള്ള ബന്ധുത്വമാണ് സഹോദര ബന്ധുത്വം അഥവാ രക്തബന്ധുത്വം. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമാണെന്ന് പറയുന്നത് രക്തബന്ധം എന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓക്കെ അല്ലേ? അപ്പൊ എന്ത് ചെയ്യാ മറക്കരുത്. ഓക്കെ, ഇത് ഓർത്ത് വെക്കണം. ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത മൊയ്റ്റി അല്ലെ, മൊയ്റ്റി എന്ന് പറയുന്ന ഒരു വലിയ സാമൂഹിക ഗ്രൂപ്പാണ്. ഒരു പ്രാഥമിക ഗ്രൂപ്പിൽ നിന്നോ തുടർച്ചയുടെ ഭാഗമായി വിഭജിക്കപ്പെട്ട ഗ്രൂപ്പിനാണ് മൊയ്റ്റി എന്ന് പറയുന്നത്. എന്താണ് പിന്തുടർച്ച സമീപനം എന്നുള്ള ക്വസ്റ്റ്യൻസിനെ ശ്രദ്ധിക്കുക. നമ്മുടെ സമൂഹത്തിലെ ബന്ധുത്വം വ്യക്തമായ കോർപ്പറേറ്റ് സോഷ്യൽ യൂണിറ്റുകൾ സ്ഥാപിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഈ പ്രാദേശിക കോർപ്പറേറ്റ് സോഷ്യൽ യൂണിറ്റുകൾ ഭാര്യയും ഭർത്താവും അവരുടെ കുട്ടികളും അടങ്ങിയ പ്രാഥമിക കുടുംബങ്ങളെക്കാൾ വിപുലമാണ്. അപ്പൊ ഈ സംഘങ്ങളെ പിന്തുടർച്ചയുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ അതിനെ പിന്തുടർച്ച ഗണങ്ങൾ എന്ത് ചെയ്യാം നമുക്ക് പറയാൻ പറ്റുന്നു. അപ്പൊ ഓക്കെ, നമുക്ക് ഇനി പറയാനുള്ളത് ക്ലാസിഫിക്കേഷനെ കുറിച്ചാണല്ലേ. സോ കാർൽ മാർക്സിന്റെ സാമൂഹിക വിഭാഗങ്ങളെ കുറിച്ചോ
സാമൂഹിക വിഭജനത്തെ കുറിച്ചുള്ള സങ്കല്പത്തിൽ സോഷ്യോളജിസ്റ്റിന്റെ മാക്സ് വെബർ എന്താണ് തിരുത്തിയെന്നുള്ളത്. കാരൽ മാക്സിന്റെ ധാരണയെ മാക്സ് വെബർ തിരുത്തിയില്ലേ? വർഗം കൂടാതെ പദവിയും അധികാരവുമാണ് സ്ട്രാറ്റിഫിക്കേഷന്റെ മറ്റു തത്വങ്ങൾ എന്നുള്ളത്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയുടെ ഏതെങ്കിലും രണ്ട് സവിശേഷതകൾ ചുരുക്കത്തിൽ പരാമർശിക്കുക. ഒന്ന്, ഹിന്ദു മതത്തിന്റെ ജാതിക്ക് അതിന്റെ അടിസ്ഥാനമുണ്ട്. രണ്ട്, സ്റ്റാറ്റസ് ഗ്രൂപ്പിലെ എന്നിവയാണ് രണ്ട് രീതികൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ജാതിയും വർഗം തമ്മിലെ വ്യത്യാസമാണ്. ജാതി എന്ന് പറയുന്നത് ഇത് ഇന്ത്യയിൽ മാത്രം കാണുന്നതാണ്, സർവ്വലൗകികമല്ല. പദവി ജന്മന ലഭിക്കുന്നതാണ്, ഒരു അടഞ്ഞ സംവിധാനമാണ്, ദൈവികമായ ഉത്ഭവമാണ് ഇതിലേക്ക് നയിക്കുന്നത്. ചില ജാതികൾ ശുദ്ധമായി ഗണിക്കപ്പെടുന്നു, മറ്റു ചില നിന്നു അശുദ്ധമായി ഗണിക്കപ്പെടുന്നു. ചില ജാതി വ്യവസ്ഥയിൽ നിന്ന് ജാതികൾ തമ്മിലുള്ള ബന്ധത്തിൽ നിന്നു നിയന്ത്രണമുണ്ട്. മറ്റൊന്ന്, ഒരു ജാതിക്കാർ ആ ജാതിയിൽ നിന്നു വിവാഹം കഴിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? ഇനി നോക്കൂ, വർഗത്തിന്റെ പ്രത്യേകത എന്താണ്? വർഗം സർവ്വലൗകികമാണ്. രണ്ട് വ്യക്തികൾ നേടിയെടുക്കുന്നതാണ് പദവി. ഒന്ന് എന്നുള്ള സംവിധാനമാണ് ഇതിലുള്ളത്. അതുപോലെ ഒരു തുണ എന്നുള്ള സംവിധാനം. വർഗ സംവിധാനം എന്നത് മതതരമാണ്. വർഗങ്ങൾ തമ്മിൽ തന്നെ അസമത്വമുണ്ട്, എന്നാൽ തന്നെ അശുദ്ധിയില്ല എന്നുള്ളതാണ്. പക്ഷെ എന്താണ്, വർഗ സംവിധാനത്തിന് തന്നെ ബന്ധങ്ങൾക്ക് പരിമിതികളുണ്ട്, എന്നാൽ വ്യക്തികൾക്ക് കൂടുതൽ സ്വതന്ത്രരാണ്. വർഗങ്ങൾക്കിടയിൽ തന്നെ വിവാഹ നിയന്ത്രണങ്ങൾ എന്ത് ചെയ്യുക, മറ്റു കാര്യങ്ങളൊന്നും ഇതിലെന്തില്ല പെടുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് ജാതീയതയും വർഗവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. നോക്കൂ, ഡിഫൈൻ ദ ക്ലാസസ്. എന്താണ് വർഗം എന്താണെന്ന് എന്ത് ചെയ്യുക, നിർവചിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഒരു സമൂഹത്തിൽ ഏറെക്കുറെ ഒരേ സാമൂഹ്യ പദവിയുള്ള ആളുകളുടെ കൂട്ടമാണ് ഒരു വർഗം എന്ന് ചെയ്യാം നമുക്ക് പറയാൻ പറ്റും. വർഗത്തിന്റെ സവിശേഷതകൾ വിവരിക്കുക എന്നുള്ളതാണ്. ഒരേ പദവിയിലുള്ള സംഘമായിരിക്കും വർഗത്തിലുണ്ടായിരിക്കുക. മറ്റൊന്ന്, പദവി നേടുന്നതാണ്, ജന്മനാ ലഭിക്കുന്നതല്ല വർഗത്തിലേത്. മറ്റൊന്ന്, വർഗ സംവിധാനം സർവ്വ ലൗകികമാണ്. വർഗ വ്യവസ്ഥയിൽ 3 തരം വികാരങ്ങൾ കാണപ്പെടുന്നു. ഒന്ന്, അസമത്വത്തിന്റെ വികാരം. രണ്ട്, സാമ്പത്തിക പദവിയെ സംബന്ധിച്ചിടത്തോളം ഒരു അപകർഷതാ ബോധം ഇതിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഒരു ഉത്കൃഷ്ട ബോധം ഉണ്ടാകുന്നു. മറ്റൊരു, സാമൂഹ്യ വർഗം താരതമ്യേന സുസ്ഥിരമായ ഒരു ഗ്രൂപ്പാണ്. ആറാമത്, ജീവിത രീതി. ഏഴാമത് സാമൂഹ്യ വർഗത്തെ മറ്റു വർഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന അവരുടെ പെരുമാറ്റ രീതിയാണ്. എട്ടാമത്, സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ വിമർശനങ്ങളെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന്, മേൽവർഗം, ഇടവർഗം, കീഴ്വർഗം എന്നിങ്ങനെ 3ആയിട്ട് ഇത് വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാമാണ് എന്ത് പറയുന്നത്, വർഗത്തിന്റെ സവിശേഷതകൾ വിവരിക്കുന്നത്. ഓക്കോ, ഇനി നമുക്ക് ജാതി സംവിധാനത്തിന്റെ ഗുണങ്ങൾ വിവരിക്കാം. ജാതി സംവിധാനത്തിന്റെ ഗുണങ്ങൾ എന്താ? സമൂഹത്തിലെ ഐക്യമുള്ള രൂപമാണ് ജാതി. ജാതീയത ഒരേ ജാതിയിൽപ്പെട്ടവർക്കിടയിൽ സഹകരണ ബോധവും സഹജ അവബോധവും ഉണ്ടാക്കുന്നു. സാമൂഹ്യ സുസ്ഥിരതയുടെ ഇടമാണ് ജാതി. ഹിന്ദു സമൂഹത്തിന്റെ ഘടന വ്യവസ്ഥമായി ജാതി വർത്തിക്കുന്നു. മിശ്ര വിവാഹ നിരോധനത്തിലൂടെ ജാതി വംശശുദ്ധി പരിപാലിക്കുന്നു എന്നുള്ളതാണ്. ഈ സാമൂഹ്യ ശ്രേണീകരണം എന്താണെന്ന് നിർവചിക്കുക. ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ, നോക്കൂ, മേലാളത്തെ കീഴാളത്തെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പരസ്പര ബന്ധിതമായ സ്ഥിര സംഘങ്ങളോ ഗണങ്ങളോ ആയി സമൂഹത്തെ വിഭജിക്കുന്നതാണ് സാമൂഹ്യ ശ്രേണീകരണം എന്ന് മനസ്സിലാക്കി വെക്കുക. ഡിഫൈൻ ജാതി എന്താണെന്ന് നിർവചിക്കുക. ഡിഫൈൻ ദ കാസ്റ്റ് അല്ലെ? ഒരാൾ ഒരു വർഗത്തിൽ ജനിക്കുകയും ആ വർഗത്തിൽ നിന്നും മാറാൻ യാതൊരു മാർഗവും ഇല്ലാതിരിക്കുന്ന വിധത്തിൽ അയാളുടെ പദവി മുൻകൂട്ടി നിർണയിക്കപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു എങ്കിൽ ആ വർഗസ്ഥിരതയാണ് ജാതീയത എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു, ഒരാൾ ഒരു വർഗത്തിൽ പെടുകയും ആ വർഗത്തിന് അദ്ദേഹത്തിന് മാറാൻ പറ്റാത്തൊരു അവസ്ഥയും വരികയാണെങ്കിൽ അതിനാണ് നമ്മൾ ജാതീയത എന്ന് നമ്മൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് നോക്കൂ, ഇനി പറയുന്നത് ജാതിയുടെ സവിശേഷത എന്താണ്? സമൂഹത്തെ ഖണ്ഡങ്ങളാക്കി വിഭജിച്ചിരിക്കുന്നു. സാമൂഹികവും മതപരവുമായ അധികാര ശ്രേണിയാണ്. ഭക്ഷണം, സാമൂഹിക ഇടപെടലുകൾ എന്നിവയിൽ നിയന്ത്രണം, സ്വഗണ വിവാഹം, തൊഴിൽ തിരഞ്ഞെടുക്കുന്നതിനുള്ള നിയന്ത്രണം എന്നിവയെല്ലാം ജാതീയതയുടെ സവിശേഷതയിൽ പെടുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് വരാനുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, കൃത്യമായിട്ട് പഠിക്കുക. നമ്മുടെ പരീക്ഷ വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോ നമ്മൾ ഇന്ന് നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണേ. ഓക്കെ, റെഡി അല്ലേ? എല്ലാവരും റെഡി അല്ലേ? അപ്പോ നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനി നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ, അടുത്ത ക്ലാസ്സിൽ തീർച്ചയായും നെക്സ്റ്റ് 4 ചാപ്റ്ററുമായിട്ട് നിങ്ങളെ മുമ്പിലേക്ക് എക്സാം ഓറിയന്റേഷൻ ക്ലാസ് ലൈവിലുമായിട്ട് നിങ്ങളെ മുമ്പിലേക്ക് ഞാൻ എത്തുന്നതാണ്. അതുവരെ ഒരു ചെറിയ ഇടവേള, നമുക്ക് വീണ്ടും കാണാം. See you soon.